ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി വായിക്കാം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതേ പുസ്തകത്തിൽ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പല ശിഷ്യന്മാരോട് പല ഉപമകൾ പറഞ്ഞ് ഹല്ലേലൂയ ദൈവവചനം അത് എന്താണെന്നും അത് എപ്രകാരമാണ് ഹല്ലേലൂയ നമ്മൾ ദൈവവചനം കൈകാര്യം ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായി കർത്താവ് ഉപമകളിലൂടെ ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അത് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൻ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. ഹല്ലേലൂയ. വിളക്ക് നമ്മൾ ഹല്ലേലൂയ ഉപയോഗിക്കുന്നത് വെളിച്ചം കാണുവാനാണ്. എന്നാൽ അത് പാത്രം കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അത് കെട്ടുപോകുകയുള്ളൂ. അതേസമയം അത് കട്ടിലിൻ്റെ കീഴെ വെച്ചാൽ ആ വെളിച്ചം മറ്റുള്ളവർക്കത് ലഭിക്കത്തില്ല. എന്നാൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഹല്ലേലൂയ ഒരു വെളിച്ചമായി ഹല്ലേലൂയ നല്ലൊരു വിളക്ക് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നത് പോലെ നമ്മളിൽ നിന്ന് ആ ദൈവവചനം ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തത്തക്ക നിലയിൽ അത് തണ്ടിന്മേൽ ഹല്ലേലൂയ അത് തണ്ടിന്മേൽ നിന്ന് പ്രകാശിക്കുവാൻ തൊക്കണം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആ ദൈവവചനം അത് കേട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കുവാനല്ല, അത് നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് അനേകർക്കത് പ്രകാശം കിട്ടത്തക്ക നിലയിൽ നമ്മളിൽ നിന്ന് അത് ഹല്ലേലൂയ പകരപ്പെടുവാൻ അത് പ്രകാശം ചൊരിയുവാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വെറുതെ നമ്മൾ ഈ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചിരുന്നിട്ട് ഹല്ലേലൂയ നമുക്ക് ആർക്കും പ്രയോജനമില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ കുറേ നാൾ ജീവിച്ചിരിക്കുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. ദൈവത്തിന് ചില പദ്ധതികൾ മനുഷ്യനെക്കുറിച്ചുണ്ട്. ഹല്ലേലൂയ. കർത്താവിൽ ഹല്ലേലൂയ കർത്താവ് ചെയ്ത് വെച്ചിട്ട് പോയ ഹല്ലേലൂയ ഇനിയും ചെയ്യുവാനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് മടങ്ങിപ്പോയത്. എന്നാൽ എൻ്റെ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. ആ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധി നിർമ്മല മനസ്സാക്ഷിയോടെ നിൽക്കുവാൻ ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി ചെയ്തു എന്നുള്ള നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ വിളക്കുകളായി ഹല്ലേലൂയ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം ഹല്ലേലൂയ ഈ യേശുവിൻ്റെ നാമം മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മളിലൂടെ ഉയരപ്പെടുവാൻ, നമ്മളിലൂടെ ഇത് ശക്തി പ്രാപിക്കുവാൻ, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.